തെരുവ് നായ വിമുക്ത കേരളത്തിനായി ആലുവയിൽ ജനകീയ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ജനസേവ തെരുവ് നായ വിമുക്ത കേരള സംഘത്തിന്റെയും ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ PTA-യുടെയും ആലുവ പൗരാവകാശ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ കവാടത്തിൽ സംഘടിപ്പിച്ച ജനകീയ നിൽപ്പ് സമരം പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. തെരുവ് നായ്ക്കളെ കൊണ്ട് ജനം പൊറുതിമുട്ടിയെന്നും എത്രയും വേഗം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും നായ്ക്കളെ പിടിച്ച് പ്രത്യേകം ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും ഉദ്ഘാടന വേളയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തെരുവ് നായ്ക്കളെ ഓരോരുത്തരെയും വളർത്താനും തെരുവിൽ വിടാതിരിക്കാനുമുള്ള പ്രക്രിയ നടത്തേണ്ടതാണ്. ഇത് ഗവൺമെന്റിന്റെ ഒരു കടമയാണ്. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിലെ PTA-യുടെയും ആലുവ പൗരാവകാശ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു തെരുവുനായ വിമുക്ത കേരളത്തിനായി നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. ഒന്നോ രണ്ടോ നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റിയ ചെറിയ പട്ടിക്കൂടുകൾ നിർമ്മിച്ച് അതാത് പ്രദേശങ്ങളിലെ പട്ടികളെ അവിടെ തന്നെയുള്ള ജനങ്ങൾക്ക് സംരക്ഷിക്കാനായി നൽകിയാൽ തെരുവിലെ നായ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് സമരസമിതി കൺവീനർ ജോസ് മാവേലി പറഞ്ഞു. തെരുവുനായ വിമുക്ത കേരളം എന്ന ഒരു വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ തെരുവുനായ വിമുക്ത ഭാരതം ഇത് നമ്മൾ നേടിയെടുക്കണം. സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ശോഭിത, PTA പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, ആലുവ ജനസേവ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ, സാമൂഹ്യ പ്രവർത്തകരായ സേവ്യർ പുൽപ്പാട്ട്, PA ഹംസക്കോയ, ജാവൻ ചാക്കോ, ജെയിംസ് മുട്ടിക്കൽ, സാബു പരിയാരത്ത്, NI രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അൻവർ പുറയാർ, ഡോക്ടർ ഷാജി വർഗീസ് കൂടിയാട്ട്, അഡ്വക്കേറ്റ് ജയകുമാർ കാവുങ്കൽ, അൻവർ കാരായി, ലൈല രാധാകൃഷ്ണൻ, സജീഷ് നായർ, സ്കൂൾ PTA അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 500ഓളം പേർ സമരപരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ